ജസ്റ്റ് ഒന്ന് പുറത്തേക്കിറങ്ങി കറങ്ങിയാലോ വിചാരിച്ച് നേരെ വിട്ടത് ഇങ്ങോട്ടാണ്. പിന്നെ ആവശ്യത്തിന് മരങ്ങളുള്ളതുകൊണ്ട് സൂര്യൻ്റെ വെയിലൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരനെ ശ്രദ്ധിച്ചത്. ഇത് ആറ്റിറ്റ്യൂഡാണോ അല്ല കുട്ടി തേച്ച് പോയതിൻ്റെ വിഷമമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ആളെ കണ്ടിട്ട് ഡിപ്രഷനിലാണെന്നാണ് തോന്നുന്നത്. ലൈഫിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിപ്രഷൻ ഉണ്ട് ഇവരെ കണ്ടുപിടിക്കണം. ആകാശം ഇടിഞ്ഞു വീണാലും നമുക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ഇവരുടെ കിടപ്പ്. സാധാരണ ഇവിടെ വരുമ്പോൾ ഇവിടേക്ക് ഇരിക്കാൻ ഫുൾ ആളാണ്. എന്നാൽ സൂര്യൻ ഇപ്പോൾ കുറച്ച് ദേഷ്യത്തിലായതുകൊണ്ട് ആളുകൾക്ക് പകരം കുപ്പികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ചെറുങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നത് അതൊന്നും കാണാനല്ല, ഈ കാഴ്ച കാണാനാണ്. ഏതാലേ നമ്മുടെ കടലങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. പിന്നെ കുറച്ചു നേരം പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ തിരയെണ്ണി അവിടെ ഇരുന്നു. നട്ടുച്ചക്ക് ബീച്ചിൽ പോയി തിരയെണ്ണി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏതാലേ വൈബ്. ഇവിടെ എന്തായാലും ഫീസില്ലാതെ ഫ്രീ ആയിട്ട് 2 സെക്യൂരിറ്റി ഗാർഡ്സിനെ നിർത്തിയിട്ടുണ്ട്. അവരെ കണ്ടാലറിയാം കാര്യക്ഷമമായി പണിയെടുക്കുന്നവരാണ്. അതിനിടക്കാണ് ഈ പുള്ളിക്കാരൻ കാര്യമായിട്ട് അങ്ങോട്ട് നടന്നു നീങ്ങുന്നത് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് പിന്നാലെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്നു. ഇതിനായിരുന്നെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിന്നാൽ പോലെ. അവിടുന്ന് പിന്നെ നേരെ വിട്ടത് ലഞ്ച് ഹൗസിലേക്കാണ്. വയറും ഒന്ന് സന്തോഷിക്കട്ടെ. പിന്നെയും തിരിച്ച് മണലിലേക്ക് തന്നെ വന്നു. ഈ മണലെടുത്താണോ ഈ കടല വറക്കൽ? എന്തൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത്. പിന്നെ ഒന്ന് തണുപ്പിക്കാന്ന് കരുതി 2-3 ഐസ്ക്രീം അങ്ങ് വാങ്ങി. ചെറുപ്പത്തിൽ ഇതൊന്നും കിട്ടാണ്ട് എത്ര കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ നൊസ്റ്റാൾജിയായി. വയറിനെ നേരത്തെ ഒന്ന് തണുപ്പിച്ചതാ, ഇനിയൊന്ന് ചൂടാക്കണമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ എന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരൻ നടന്നത് ഈ ഐസ്ക്രീം വാങ്ങാനായിരുന്നു. എന്തൊക്കെ കാണണം. എന്തായാലും സംഭവം ഫുൾ വൈബാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.